സംസ്ഥാനത്ത് MDMA വിതരണം ചെയ്യുന്നവരിൽ പ്രധാനിയായ വിദേശിയെ ഇരവിപുരം പോലീസ് ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നൈജീരിയ സ്വദേശിയായ അഗ്ബെഡോ അസുക സോളമനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അതേസമയം ലഹരി സംഘത്തിൽ കൂടുതൽ കണ്ണികളുണ്ടെന്നും അവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. മാർച്ച് 11 രാത്രിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം 90 ഗ്രാം MDMA പിടികൂടിയത്. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം എത്തിച്ച ലഹരി മരുന്നുമായി ഉമയനല്ലൂർ സ്വദേശി ഷിജുവിനെ അറസ്റ്റ് ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂട്ടുപ്രതികളായ ആസിം ഖാൻ, റാഫിഖ്, ഫൈസൽ എന്നിവരെ പിടികൂടി. പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഡൽഹിയിലുള്ള നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണ് MDMA വാങ്ങിയതെന്ന് മനസ്സിലായി. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇരവിപുരം CI രാജീവും സംഘവും ലഹരി ശൃംഖലയിലെ മൊത്ത വിതരണക്കാരനെ പിടികൂടാൻ മാർച്ച് 27 ഡൽഹിയിലെത്തി. കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സിറ്റി SP S ഷെരീഫ് അന്വേഷണത്തിന് നേതൃത്വം നൽകി. പ്രതികളിൽ ഒരാളായ ഫൈസലിനെ ഇരവിപുരം CIയും സംഘവും ഒപ്പം കൂട്ടിയിരുന്നു. ഫൈസൽ വഴി പ്രതിയെ പിടികൂടുവാനുള്ള നീക്കം തുടങ്ങി. ഫോൺ വഴി അഗ്ബെഡോ അസുക സോളമനുമായി ബന്ധപ്പെട്ടു. പിന്നീട് MDMA ആവശ്യപ്പെട്ടു. രാത്രി 7:30 ഇയാൾ പറഞ്ഞ സ്ഥലത്ത് അന്വേഷണ സംഘമെത്തി. അവിടെ വെച്ച് പണം കൈമാറുന്നതിനിടെ പോലീസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു. ഡൽഹിയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ട്രാൻസിറ്റ് വാറന്റ് പ്രകാരം കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ ഇരവിപുരത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കി. ഒട്ടേറെ തവണ ഇയാളെ ഡൽഹി പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് വിവരം. പ്രതി വിശദമായി ചോദ്യം ചെയ്യും. ലഹരി സംഘത്തിൽ കൂടുതൽ കണ്ണുകളുണ്ടെന്നും ഇവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. 2 ആഴ്ച മുൻപാണ് ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 4 യുവാക്കളെ 90 ഗ്രാം MDMAയുമായി പിടികൂടുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഡൽഹിയിൽ നിന്നാണ് MDMA ലഭിക്കുന്നതെന്ന് മനസ്സിലായത്. തുടർന്ന് ബംഗളൂരുവിൽ സ്ഥിരമായി പോയി വരുന്നവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ജില്ലയിൽ MDMAയുടെ മൊത്തക്കച്ചവടം നടത്തുന്ന അനില രവീന്ദ്രനെ ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്ങര പോലീസും ആഴ്ചകൾക്ക് മുൻപ് പിടികൂടിയത്.